ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ നമുക്കിന്ന്. അപ്പോൾ ഇതിനായിട്ട് 150 ഗ്രാം തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പരിപ്പ് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് വേവിക്കണത്. ഇനി അതല്ല, നിങ്ങൾക്ക് പരിപ്പ് ഒരുപാട് വേവണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതി കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആ പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫുള്ളായിട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ ചെറിയ തരി പോലെ പരിപ്പ് കിടപ്പുണ്ട്. ഇനി ഇത് കറിയാക്കാനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ക്യൂമിൻ സീഡ്സ് അല്ല കേട്ടോ, ഫെനൽ സീഡ്സ് ആണ്. പെരിഞ്ജീരകം ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നല്ലപോലെ വഴറ്റി ഇതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേന് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പോരാത്തതിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.